എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 T20 ലോകകപ്പ് കിരീടത്തിൽ ഇന്ത്യ തങ്ങളുടെ പേര് തങ്കലിപികളിൽ കൊത്തിവെച്ച ആ ന്യൂസിലാൻഡിനെതിരെ 96 റൺസിന്റെ ആധികാരിക വിജയം നേടിയ ടീം ഇന്ത്യ ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ വീണ്ടും അജേയരായി മാറിയിരിക്കുകയാണ്. കേവലമൊരു ട്രോഫി വിജയത്തിനപ്പുറം 140 കോടി ഭാരതീയരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ലഭിച്ച മധുര പ്രതിഫലമായിരുന്നു ഈ വിജയം. വിജയാഘോഷങ്ങളുടെ ആവേശം വാനോളമുയർന്ന അഹമ്മദാബാദിലെ മണ്ണിൽ നിന്ന് ഹൃദയസ്പർശിയായ ചില കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ആ സുവർണ സായാഹ്നം, 1.5 ലക്ഷത്തോളം വരുന്ന കാണികളുടെ ആരവം ഒരു മഹാഗർജനമായി മാറിയ നിമിഷം. അഭിഷേക് ശർമ്മയുടെ പന്തിൽ ജേക്കബ് ഡഫി പൊരുതി തോറ്റ് തിലക് വർമ്മയുടെ കൈകളിൽ ഒതുങ്ങിയപ്പോൾ 96 റൺസിന്റെ ഐതിഹാസിക വിജയത്തോടെ ഇന്ത്യ T20 ലോകകപ്പ് 2026 കിരീടത്തിൽ തങ്ങളുടെ പേര് ഉറപ്പിച്ചു. എന്നാൽ ഈ മഹാവിജയത്തിനു ശേഷം മൈതാനത്തരങ്ങേറിയ കാഴ്ചകൾ ഓരോ ഭാരതീയന്റെയും കണ്ണുകളെ ഈറനണിയിക്കുന്നതായിരുന്നു. ഇത് വെറുമൊരു ട്രോഫി വിജയമായിരുന്നില്ല, മറിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ നിമിഷത്തിനായി കാത്തിരുന്ന 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു. അമ്പയർ അവസാന കിവി ബാറ്ററും പുറത്തായതായി പ്രഖ്യാപിച്ചതോടെ സ്റ്റേഡിയം ഒരു നീലക്കടലായി ഇരമ്പിമറിഞ്ഞു. ആകാശം പിളരുന്ന ഗർജനം പോലെയായിരുന്നു ആ 1.5 ലക്ഷം കാണികളുടെ ശബ്ദം. എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും മൈതാന മധ്യത്തിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളെ വികാരാധീനരാക്കിയ ഒരു കാഴ്ചയുണ്ടായി. ലോകത്തെ ഏറ്റവും അപകടകാരിയായ ബാറ്ററായ സൂര്യകുമാർ യാദവ് വിജയലഹരിയിൽ തുള്ളിച്ചാടുന്നതിനു പകരം അതീവ ശാന്തനായി ആ 22 വാര പിച്ചിലേക്ക് നടന്നു നീങ്ങി. സഞ്ജു സാംസൺ 89 റൺസുമായി സംഹാരതാണ്ഡവമാടിയ, അഭിഷേക് ശർമ്മ കൊടുങ്കാറ്റായി വീശിയടിച്ച, ഇഷാൻ കിഷൻ കിവി ബൌളർമാരെ നിലംപരിശാക്കിയ അതേ പിച്ച്. അവിടെ മുട്ടുകുത്തി നിന്ന് ഭക്ത്യാദരപൂർവ്വം ആ മണ്ണിൽ തലതൊട്ടു വന്ദിച്ച സൂര്യ അത് നെറ്റിയിൽ ചാർത്തുകയും സ്നേഹത്തോടെ ചുംബിക്കുകയും ചെയ്തു. ഒരു ഇന്ത്യൻ ക്രിക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ഈ മൈതാനം വെറുമൊരു കളിക്കളമല്ല, മറിച്ച് ഒരു പുണ്യക്ഷേത്രമാണെന്ന സന്ദേശമാണ് സൂര്യ ഇതിലൂടെ നൽകിയത്. വർഷങ്ങളുടെ കഠിന തപസ്യ പൂർത്തിയാക്കിയ ഒരു ഋഷിയുടെ മുഖത്തെ ശാന്തിയായിരുന്നു സൂര്യയുടെ കണ്ണുകളിൽ. വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സ്വന്തം വേരുകളെയും മാതൃഭൂമിയെയും മറക്കാത്ത ടീം ഇന്ത്യയുടെ വിനയത്തിന്റെ അടയാളമായിരുന്നു ആ നിമിഷം. മറുഭാഗത്ത് ആഘോഷങ്ങൾ ഒരു ദിവ്യോത്സവം പോലെയായിരുന്നു. ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും തോളിൽ ദേശീയ പതാക പുതച്ച് സ്റ്റേഡിയത്തിനു ചുറ്റും വിജയപ്രദക്ഷിണം നടത്തി. മുഹമ്മദ് സിറാജ്, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, റിങ്കു സിംഗ്, തിലക് വർമ്മ എന്നിവർ പരസ്പരം കൈകോർത്ത് ഒരു മനുഷ്യചങ്ങല തീർത്ത് ആരാധകരെ അഭിവാദ്യം ചെയ്തു. വന്ദേമാതരം വിളികളാൽ അഹമ്മദാബാദിലെ ആകാശം മുഖരിതമായി. ആഘോഷങ്ങൾക്കിടയിലും തങ്ങളുടെ ലാളിത്യം കൈവിടാൻ ഈ താരങ്ങൾ തയ്യാറായില്ല. ബൗണ്ടറി ലൈനിനരികിലുണ്ടായിരുന്ന ബോൾ ബോയ്സിനെയും കൊച്ചുകുട്ടികളെയും അരികിലേക്ക് വിളിച്ച ഇഷാനും ഹാർദിക്കും അവരെ എടുത്തുയർത്തുകയും സെൽഫികളും ഓട്ടോഗ്രാഫുകളും നൽകി ആ കുരുന്നുകളുടെ ലോകം കീഴടക്കി. വിജയാഘോഷങ്ങൾക്കിടയിൽ മറ്റൊരാകർഷണമായത് ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യയുടെ അടുത്ത സുഹൃത്തും മോഡലുമായ മാഹിക ശർമ്മയുടെ സാന്നിധ്യമായിരുന്നു. ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ സ്റ്റേഡിയത്തിലെത്തിയ മാഹിക കിരീട നേട്ടത്തിന് പിന്നാലെ ഗ്രൗണ്ടിലിറങ്ങി ഹാർദിക്കിനൊപ്പം വിജയ നിമിഷങ്ങൾ പങ്കിട്ടു. ട്രോഫിയുമായി നിൽക്കുന്ന ഇരുവരുടെയും ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു. തുടർന്ന് നടന്ന സമ്മാനദാന ചടങ്ങിൽ സൂര്യകുമാർ യാദവ് നടത്തിയ പ്രസംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒന്നായിരുന്നു. വികാരാധീനനായ സൂര്യ പറഞ്ഞു, "ഞാൻ ഇന്നിവിടെ ഒരു ലോക വിജയിയായ ക്യാപ്റ്റനായി നിൽക്കാനുണ്ടാകാം, പക്ഷേ എന്റെ സിരകളിൽ ഓടുന്നത് എന്റെ ജ്യേഷ്ഠന്മാരായ മാഹി ഭായ്, രോഹിത് ഭായ്, വിരാട് ഭായ് എന്നിവർ പകർന്നു തന്ന പാഠങ്ങളാണ്. ഈ ഇതിഹാസങ്ങൾ വിരമിച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഈ വിജയം. സമ്മർദ്ദഘട്ടങ്ങളിൽ ശാന്തനായിരിക്കാൻ ധോണിയിൽ നിന്നും, ഭയമില്ലാതെ ബാറ്റ് ചെയ്യാൻ രോഹിത്തിൽ നിന്നും, രാജ്യത്തിനായി അവസാന ശ്വാസം വരെ പോരാടാൻ വിരാട്ടിൽ നിന്നുമാണ് ഞങ്ങൾ പഠിച്ചത്. ഈ ട്രോഫി ആ 3 ഇതിഹാസങ്ങൾക്കുള്ള ഞങ്ങളുടെ സമർപ്പണമാണ്. ഇന്ന് ഞങ്ങൾ നേടിയ ഈ വിജയം അവരുടെ പാരമ്പര്യത്തിന്റെ തുടർച്ച മാത്രമാണ്." സഞ്ജുവിന്റെ 89 റൺസും ബുംറയുടെ മാരക ബൌളിംഗും വിജയത്തിന് അടിത്തറയിട്ടപ്പോൾ സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റന്റെ പക്വതയും മുൻഗാമികളോടുള്ള ആദരവും ഈ വിജയത്തെ ചരിത്രത്തിൽ അമരമാക്കി. ഭാരതീയ ക്രിക്കറ്റ് ഇന്ന് ലോക ഗുരുവായി മാറിയിരിക്കുന്നു എന്നുറക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു ആ അഹമ്മദാബാദിലെ സന്ധ്യ. ടീം ഇന്ത്യയുടെ ഈ തിരംഗ ആഘോഷത്തെക്കുറിച്ചും സൂര്യകുമാർ യാദവിന്റെ ഹൃദയം കവരുന്ന വാക്കുകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭാരതത്തിന്റെ ഈ അഭിമാന നിമിഷത്തിൽ നിങ്ങൾക്കും പങ്കുചേരണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിമാനത്തോടെ ഭാരത് മാതാ കി ജയ് എന്ന് കുറിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.